നമസ്കാരം. ഗീതാമൃതത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. കർമ്മം ചെയ്യാതിരിക്കുന്നില്ല നമ്മൾ. ഓരോ ദിവസവും ഓരോരോ കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നു. എല്ലാവർക്കും ജീവിത ലക്ഷ്യമുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം. പക്ഷെ ചില സമയങ്ങളിൽ മനുഷ്യൻ ആശയക്കുഴപ്പത്തിലായി പോകുന്നു. പ്രശ്നങ്ങൾ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ നിഷ്ക്രിയത്വത്തിലേക്ക് മടങ്ങുന്നു. കർമ്മത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യണം. ഭഗവത്ഗീതയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകങ്ങളിലൊന്ന്. എങ്ങനെയാണ് ഭഗവാൻ കർമ്മത്തിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്? എവിടെയൊക്കെയാണ് മനുഷ്യന് കർമ്മത്തിൽ പിഴവ് വരാവുന്നത്? ഈ കാര്യങ്ങളെ നാം മനസ്സിലാക്കി. വീണ്ടും കർമ്മത്തിൻ്റെ ചില ഗഹനഗതികളിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് ഭഗവാൻ. ഇന്നത്തെ ചർച്ചയിലും നമ്മൾ കർമ്മത്തെക്കുറിച്ച് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ചർച്ചയിലും നമ്മെ നയിക്കാൻ എന്നത്തെയും പോലെ നമ്മോട് കൂടെയുണ്ട് ആദരണീയ രാജയോഗിനി ബ്രഹ്മകുമാരി പങ്കജ് മേൻ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ കർമ്മത്തിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ ഫലം ഇച്ഛിക്കരുത്, എങ്ങനെ കർമ്മം ചെയ്യണം, അതിൻ്റെ പല വശങ്ങളും നമ്മൾ സംസാരിച്ചു. വീണ്ടും അടുത്തതായി ഭഗവാൻ പറയുന്നു, കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രം നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കുന്നില്ല. അപ്പോൾ ഈ നൈഷ്കർമ്മ്യം എന്ന വാക്കാണ് ഇവിടെ കുറച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നൈഷ്കർമ്മ്യം പ്രാപിക്കപ്പെടേണ്ട എന്തോ ഒന്നാണ്. നിഷ്ക്രിയത്വത്തിലേക്ക് എത്തണം. ഈ നിഷ്ക്രിയത്വം എല്ലാവരും വർജിക്കേണ്ട ഒന്നാണെന്ന് പറയുമ്പോൾ ഇവിടെ ഈശ്വരൻ എന്താണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്? ജോലിയില്ലാത്തൊരു സ്ത്രീയുടെ ഭർത്താവിനോട് നിങ്ങളുടെ ഭാര്യ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പറയും എൻ്റെ ഭാര്യ വെറുതെ ഇരിക്കുകയാണെന്ന് പറയും. അല്ലേ, വെറുതെ ഇരിക്കുകയാണ്, അല്ലെ, എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനുണ്ട്. അപ്പം അതേപോലെ നൈഷ്കർമ്മ്യം എന്ന വാക്കിന് വേറൊരു അർത്ഥത്തിലാണ് നമ്മളത് എടുക്കേണ്ടത്. നിഷ്ക്രിയത്വമല്ല സത്യത്തിൽ. നമ്മൾ എപ്പോഴോ ചെയ്ത കർമ്മമാണ് നമ്മുടെ മുമ്പിലേക്ക് ഇപ്പം വരുന്നത്. ഒരു സംഭവം ജീവിതത്തിൽ ആക്സിഡൻ്റ് ആയിട്ട് സംഭവിക്കുന്നേ ഇല്ല. മുമ്പ് ചെയ്തതിൻ്റെ മുമ്പ് ചെയ്ത കാര്യങ്ങൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ ആർക്കെങ്കിലും അസുഖമാണെങ്കിൽ പറയുമോ പാവം എന്ന് പറയില്ലേ. എന്തെങ്കിലും അംഗവൈകല്യമൊക്കെ ഉണ്ടെങ്കിൽ പാവം എന്ന് പറയും. ജന്മനാ ഉള്ളതായിരിക്കാം. അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ ചെയ്തതല്ല, അപ്പോൾ ഏതോ ജന്മം ചെയ്തതാണ്. അതുകൊണ്ട് ഈ ജന്മം ചെയ്തതോ ഏതോ ജന്മം ചെയ്തതോ ആണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആ കർമ്മത്തിന് എന്നോ ചെയ്ത കർമ്മത്തെ നമ്മൾ അതിന് അധീനമാവാണ്ട്, നമ്മുടെ തന്നെ കർമ്മം അത്, അതിന് അധീനനല്ല അതീതമാകുക. കർമാതീതമായിട്ട് കർമ്മം ചെയ്യാം. അവരെങ്ങനെയോ നമ്മളും അങ്ങനെ ആവുമല്ല. അവർ ദേഷ്യപ്പെടുമ്പോൾ നമ്മളും ദേഷ്യപ്പെടുക. പേടിപ്പിക്കുന്ന സാഹചര്യം വരുമ്പോൾ നമ്മളങ്ങ് ഭയപ്പെടുക. അല്ല, പേടിപ്പിക്കുന്ന സാഹചര്യത്തിൽ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ ചെയ്ത കർമ്മം എന്നെ തന്നെ ബാധിക്കാതിരിക്കുക. അതെ അതെ, അതിന് അധീനനാവണ്ട. എന്ന് വെച്ചാൽ പണ്ട് ചെയ്തതാണ് ഇപ്പോൾ തീരുന്ന പരിപാടി കാണാനില്ല. ഇനിയും നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ എപ്പോൾ തീർക്കും ഇതെല്ലാം? അല്ലെങ്കിൽ തന്നെ തലയുടെ മുകളിൽ ഇഷ്ടംപോലെ ചുമടുണ്ട്. ഇനിയും വെച്ച് കെട്ടിക്കൊണ്ടിരുന്നാലോ? അല്ലെങ്കിൽ തന്നെ ബന്ധനത്തിൽ പെട്ടിയെടുക്കുക. ഇനിയും കയറുകൊണ്ട് കെട്ടിയാലോ? ഇനിയുള്ള കർമ്മമെങ്കിലും അഴിക്കത്തക്കതായിരിക്കണം, ഈ ഭാരത്തെ ഇറക്കത്തക്കതായിരിക്കണം. അതുകൊണ്ട് കർമ്മത്തിന് അധീനനാവാതെ കർമ്മത്തിന് അതീതമായിട്ട് അവരെന്തോ ചെയ്തോട്ടെ, പക്ഷേ എൻ്റെ പെരുമാറ്റം എങ്ങനെ ഉണ്ടാവണം നമ്മൾ നേരത്തെ തീരുമാനിക്കാം. അതിനെയാണ് ഭഗവാൻ നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്നതും ഇപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ പല രീതിയിൽ പിന്നീട് ചിന്തിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടി അതിനെ നന്നാക്കാമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ, അങ്ങനെയുള്ള തോന്നൽ വരുമ്പോൾ നമ്മൾ ആ ഭഗവാൻ ഉദ്ദേശിക്കുന്ന ആ അവസ്ഥയിൽ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ അതെ അതെ. അതുകൊണ്ട് മനസ്സിൻ്റെ ആഴങ്ങളിൽ നന്മകളുണ്ട്. അതുകൊണ്ടാണ് പിന്നെയെങ്കിലും ഒരു വീണ്ടും വിചാരം വരുന്നത്. അപ്പോൾ അത് നേരത്തെ തന്നെ ഒന്ന് വിവേചനം തുറന്ന് ചിന്തിച്ച് ഒന്ന് വീണ്ടും വിചാരം ചെയ്തിട്ട് കർമ്മം ചെയ്യുമ്പം അതിനെയാണ് നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് ആക്ഷനും റിയാക്ഷനല്ല. അപ്പം ഒരമ്മയ്ക്ക് ഒരൊറ്റ മോനേ ഉള്ളൂ. അമ്മയ്ക്ക് എന്തോ അസുഖമായിട്ട് കിടക്കുകയാണ്. മകൻ പറയാണ്, ഞാൻ സാധനയ്ക്ക് പോവുകയാണ്, അമ്മയുടെ ആത്മ വേറെയാണ്, എൻ്റെ ആത്മ വേറെയാണ്, അതുകൊണ്ട് എനിക്ക് മോക്ഷം വേണം, ഈശ്വരപ്രാപ്തി വേണം, ആത്മസാക്ഷാത്കാരം വേണം എന്ന് പറഞ്ഞു പോകുന്നത് ശരിയല്ല. നമ്മൾ ഏതോ ജന്മം വാങ്ങിയ കടമാണ്, കടമ എന്നല്ലേ പറയാറ്, കടമാണ്. ഈ ജന്മം തന്നെ 10 മാസം ചുമന്ന കടമുണ്ട്, പെറ്റ കടമുണ്ട്, വളർത്തിയ കടമുണ്ട്. ആ ബാങ്കിൽ നിന്ന് നമ്മൾ കുറേ ലോൺ എടുത്തു, അത് പലിശയും അതും ഇതൊക്കെ ആയിട്ട് വലിയ തുകയായിട്ട് വന്നു, വലിയ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജ് വരുമ്പം നാട് വിട്ട് ഓടുന്നത് ശരിയല്ലല്ലോ. തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസ്ഥ വരുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തിക്കണമായിരുന്നു. കടം വീടണം, അതാണ് ഒരു ചുമതല, ഉത്തരവാദിത്തമുള്ള വ്യക്തിയുടെ കർമ്മം അതാണ്. ഭഗവാൻ അവിടെ ഊന്നൽ നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ വാങ്ങിയ കടമാണ്. അതുകൊണ്ട് അമ്മയോടുള്ള കടപ്പാട് തീർച്ചയായിട്ടും ചെയ്യണം. അതിനോടൊപ്പം കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടും അത് ചെയ്യുന്നതിൻ്റെ ഒപ്പവും നമുക്ക് സാധന ചെയ്യാൻ സാധിക്കും. കാരണം പലരും ഇപ്പോൾ സിസ്റ്റർ ഈ സാധനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക,
പക്ഷേ പലരും പറയുന്നു, അങ്ങനെയുള്ള ധാരാളം പേരായിട്ട് സംസാരിക്കാൻ ഇടവന്നപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ കാര്യം ഈശ്വരൻ നോക്കി, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം ഈശ്വരൻ നോക്കിക്കോളും. പക്ഷേ ഗീത അല്ലെങ്കിൽ ഭഗവാൻ ഗീതയിൽ പറയുന്നത് അങ്ങനെ അത് മാറ്റി വെക്കാൻ, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ. ചിലപ്പോൾ വീട്ടിലൊക്കെ പ്രശ്നം വരുമ്പോൾ ഭാര്യ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി, പീഡിപ്പിക്കാൻ വേണ്ടി പറയും ഞാൻ സന്യസിക്കും. ആർക്കാണോ കുടുംബത്തിൽ ഉത്തരവാദിത്വം പോലും നേരെ ചൊവ്വേ നടത്താൻ പറ്റുന്നില്ല, അവർക്ക് എങ്ങനെ ആധ്യാത്മിക ഉയർച്ച എങ്ങനെ കൈവരിക്കും, വിശ്വസേവ എങ്ങനെ ചെയ്യും അല്ലേ? അതുകൊണ്ട് നൈഷ്കർമ്മ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടമല്ല, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോട്ടമല്ല, പിന്നെ വിവേചനാശക്തി ഉപയോഗിച്ചിട്ട് ജന്മജന്മാന്തരങ്ങളെ നമ്മൾ ഉണ്ടാക്കി വെച്ച സഞ്ചിത പാപകർമ്മങ്ങളെ ഈ ജന്മത്തെ കർമ്മം കൊണ്ട് അഴിക്കത്തക്ക രീതിയിലുള്ള കർമ്മം ചെയ്യുന്നതിനെയാണ് ഭഗവാൻ ഊന്നൽ നൽകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത കർമ്മം നമ്മൾ വീണ്ടും ഓർമ്മിക്കുക. പക്ഷെ 2 രീതിയിൽ അത് ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സംശയം, ഞാനൊരു നല്ല കാര്യം ചെയ്തു, അതെനിക്ക് തന്നെ വളരെ തൃപ്തിയായി, ഞാൻ വീണ്ടും 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 ഞാൻ ചെയ്ത കാര്യം നല്ലതായിരുന്നു, ഞാൻ ചെയ്തത് നൽകും, അത് ഒരു പോസിറ്റീവ് വശമല്ലേ? അത് നമ്മുടെ ഈശ്വരൻ പറയുന്ന ഈ നൈഷ്കർമ്മ്യത്തിനെതിരാണോ അങ്ങനെ ഒരു പ്രഭാവം നമ്മുടെ മനസ്സിൽ വരുന്നത്? കാരണം ഞാൻ നല്ല കാര്യമാണ് ചെയ്തത്, ഒരാൾക്ക് ദാനം ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഞാൻ ഇത് ചെയ്തു, സഹായം ചെയ്തു, ഞാൻ പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ട്, സന്തോഷത്തോടു കൂടി ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓർമ്മിക്കുന്നത് അത് നൈഷ്കർമ്മ്യമല്ല എന്നാണോ, അതോ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വരുന്നത്? അതെ, ഒരു കർമ്മം ചെയ്താൽ നമ്മളത് ഉടനെ വിടാം, മനസ്സിന്ന് വിടണം. എന്താ വെച്ചാൽ വീണ്ടും അതിനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന ലേശ അഹങ്കാരം കാണുമായിരിക്കാം. അപ്പോഴാണ് ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു എന്ന തോന്നൽ വരുന്നത്. പിന്നെ തെറ്റായിട്ടുള്ള കർമ്മം ചെയ്താലും അതൊന്നൊരു പാഠം പഠിക്കുക എന്നല്ലാണ്ട് പശ്ചാത്താപം കൊണ്ട് നടക്കരുത്. നമ്മുടെ വിചാരം പശ്ചാത്താപം നല്ലതെന്നാണ് വിചാരം. പക്ഷേ പശ്ചാത്താപം, അതുപോലെ കുറ്റബോധം, ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ശക്തി ചോർത്തിക്കളയും. തെറ്റ് സംഭവിച്ചു, ഇപ്പം എന്ത് ചെയ്യാനാണ്, കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല. പക്ഷേ ഇനി അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് തെറ്റ് സംഭവിച്ചു, അത് മനസ്സിലാക്കിയിട്ട് അതിനെ വിട്ടുകളയണം. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിച്ച് കൊണ്ടിരിക്കുക. ഈശ്വരൻ്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് പറയാം, ഇനി ആവർത്തിക്കാനുള്ള ശക്തി ഭഗവാന് നമ്മൾ സ്വീകരിക്കാം, എനിക്ക് ആ ശക്തി പ്രദാനം ചെയ്യണേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുക, ഭഗവാനോട് പറയാം, നമ്മൾ അറ്റൻഷൻ വയ്ക്കാം. അല്ലാണ്ട് ഈ കുറ്റബോധവും ചുമന്നിട്ട് അല്ലെങ്കിൽ പശ്ചാത്താപവും ചുമന്നുകൊണ്ട് നടക്കുന്നതും തെറ്റാണ്. നല്ല കാര്യങ്ങളെയും തന്നെ നമ്മളൊരു ചെറിയൊരു നല്ല കാര്യം ചെയ്ത് 1000 പേരോട് പോയി പറയും, 1000 തെറ്റ് ചെയ്താൽ ആരോടും വേണ്ടില്ല, ഒളിപ്പിച്ച് വെക്കും. ഒരു ആൽവൃക്ഷത്തിൻ്റെ വിത്ത് ഇത്ര കുഞ്ഞ വിത്താണ്, എത്ര വലിയ മരമായിട്ട് അത് പടർന്ന് പന്തലിച്ച് വളർന്ന് വരും, അത് ആരുടെങ്കിലും മിണ്ടാറുണ്ടോ? ദിവസവും കിഴക്ക് ഉദിച്ചിട്ട് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോഴേക്കും എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ പുൽക്കൊടിക്ക് വേണ്ട ചൂടും വെളിച്ചവും ആഹാരം ഉണ്ടാക്കാനുള്ള പ്രകാശമൊക്കെ അത് കൊടുക്കുന്നുണ്ട്. സൂര്യൻ എന്തെങ്കിലും മിണ്ടാറുണ്ടോ? അതുകൊണ്ട് ഈ പ്രകൃതിയിൽ വേറെ എല്ലാവരും പരോപകാരം ചെയ്യുന്നുണ്ട്. ആ തേങ്ങേണ്ടത് തെങ്ങിന് വേണ്ടിയല്ലല്ലോ, പക്ഷെ അത് മിണ്ടാറില്ലല്ലോ. അപ്പോൾ മനുഷ്യൻ മാത്രമാണ് ഈ പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് കർമ്മം ചെയ്താൽ നമുക്കതിനെ മറക്കാം, നല്ല കാര്യം ചെയ്യും. പൊങ്ങച്ചം പറഞ്ഞില്ലെങ്കിലും അത് മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്നത് പോലും അല്ലേ, സൂക്ഷ്മമായിട്ടുള്ള വശം പോലും. അപ്പൊ ശരിക്കും അതുപോലും ഇല്ലാതാവുമ്പോൾ, ഞാൻ ചെയ്ത നല്ല കാര്യത്തിനെ കുറിച്ച് പോലും ഞാൻ ഉടനെ വിട്ട് കളയുമ്പോഴാണ് ഭഗവാൻ പറയുന്ന ഈ നൈഷ്കർമ്മ്യത്തിലേക്ക്. നമ്മുടെ ഡീപ്പ് സ്ലീപ്പിൽ പോലും നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉറങ്ങുന്നുണ്ട്, പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വപ്നങ്ങൾ കാണുന്നത്. ഒരു മെഷീനാണെങ്കിൽ പോലും അതിന് വിശ്രമം വേണം. നിർത്താതെ അതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് ചീത്തയാവും. ഒരു ഫാൻ നമ്മൾ വാങ്ങി 25 കൊല്ലം 20 കൊല്ലമൊക്കെ ചീത്തയാവാതെ പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ ഒരു 25 ദിവസം 1 സെക്കൻഡ് പോലും നിർത്താതെ അതിനെ പ്രവർത്തിപ്പിച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ കോയിലൊക്കെ കത്തിപ്പോവും. അല്ല, ആദ്യം ചൂടാവും, എന്നിട്ട് നിർത്തിയില്ലെങ്കിൽ കോയിൽ കത്തിപ്പോവും. പിന്നെ കാണാൻ ഒരു കളിപ്പാട്ടം പോലെ ഉണ്ട്, അല്ലാണ്ട് ഫാൻ്റെ ഗുണം ചെയ്യില്ല. അപ്പോൾ ഒരു മെഷീന് പോലും വിശ്രമം വേണം. നമ്മുടെ മനസ്സ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിനൊരു വിശ്രമം വേണം. മനസ്സിനുള്ള വിശ്രമമാണ് മെഡിറ്റേഷൻ. അല്ലെങ്കിൽ ആഴമായിട്ട് കുറച്ച് നേരം ശാന്തമായിട്ട് നിന്നിട്ട് ഏകാഗ്രതയോടുകൂടി സമ്പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിനെ പരമാത്മാവിൽ ഏകാഗ്രമാക്കുക, അതിനെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനോവ്യാപാരങ്ങളെല്ലാം പല ചിന്തകൾ വരുന്നുണ്ട്. ഉറക്കത്തിൽ പോലെ ഈ സ്വപ്നങ്ങൾ കാണുന്നത് പോലും ആ ചിന്തകളുടെ റിസൾട്ടാണെന്ന് പറയുന്നു. അപ്പോൾ അതും യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ ഒരു സൂക്ഷ്മ കർമ്മം തന്നെയാണ്. എന്താ വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതും ആത്മകർമ്മം ചെയ്യുന്നുണ്ട്. ഗർഭത്തിലാണെങ്കിലും ആത്മാവിന് വിചാരങ്ങളുണ്ട്. ഈശ്വരനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെടുക്കണേ, ഇനി ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ തെറ്റേയില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം, അടുത്ത ജന്മം ഞാൻ നോക്കിയും കണ്ടും ചെയ്യാം, ഞാൻ അറിയാതെ അത് ചെയ്തു ഇത് ചെയ്തു, കഴിഞ്ഞ ജന്മം ചെയ്ത തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഓർമ്മ വരും. അപ്പോൾ ഗർഭത്തിൽ ആത്മാവിന് വിചാരങ്ങളുണ്ട്, ഫീലിങ്സ് ഉണ്ട്, ദുഃഖിക്കും. അത് അവിടെ ഗർഭത്തെ ജയിലിനോട് ഉപമിക്കാറുണ്ട്. അപ്പം ദുഃഖമുണ്ട്, ഫീലിങ്സ് ഉണ്ടെങ്കിൽ അതും കർമ്മമാണ്.
അതുപോലെ മരിച്ചെടുക്കുന്ന ആത്മാവിന് എവിടെ ആരെങ്കിലും മരിച്ചാൽ അവിടെ പോകുന്നവർ പറയും ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പറയും. ദേഹത്തിന് ശാന്തി കിട്ടട്ടെ എന്ന് ആരും പറയാറില്ല, ആത്മാവിന് ശാന്തി കിട്ടട്ടെ. അപ്പോൾ ആത്മാവ് അശാന്തനാണ്. അപ്പോൾ ഇതൊന്നും എൻ്റെ അല്ലേ, ഇതൊന്നും എൻ്റെ കൂടെ വരില്ല, അപ്പോൾ ഇതൊന്നും ശാശ്വതമല്ലേ, അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പല ചിന്തകളാണ് ആത്മാവിന്. അതുകൊണ്ട് അപ്പോഴും വിചാരങ്ങളുണ്ട്. അതുകൊണ്ട് ഗർഭത്തിലും വിചാരങ്ങളുണ്ട്, മരിച്ചെടുക്കുമ്പോഴുണ്ട്, പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്, ഉറക്കത്തിൽ പോലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്, കർമ്മമില്ലാത്ത അല്പനേരം പോലും ആത്മാവിന് കർമ്മമില്ലാതിരിക്കാൻ പറ്റില്ല, കർമ്മം ചെയ്തില്ലെങ്കിൽ ശരീര നിർവഹണം പോലും നടക്കില്ല എന്ന് ഭഗവാൻ ഊന്നുന്നുണ്ട്. ബെഞ്ചി, നമ്മൾ പുനർജന്മത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമാണ്. ആത്മാവ് ഇപ്പോൾ ഗർഭത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു. എത്ര കാലമാണ് ആത്മാവ് ഗർഭത്തിലിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ആത്മാവ് വേറൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതിന് ഭഗവാൻ ഗീതയിൽ എന്താണ് വ്യക്തമായി തരുന്നത്? സാധാരണ അമ്മമാർ പോലും പറയാറുണ്ട്, പ്രാക്ടിക്കലി ഗീതയിൽ പറയുന്നത് മാത്രമല്ല, 5 മാസം ആകുമ്പോഴാണ് വയറ്റിൽ അനക്കം ഉണ്ടാകുന്നത്. 4 മാസം കഴിയുമ്പോൾ 5ാമത്തെ മാസം അപ്പോഴാണ് ജീവൻ പ്രവേശിക്കുന്നത്. അതുവരയ്ക്കും ഒരു മാംസപിണ്ഡം അല്ലെങ്കിൽ അമ്മയുടെ ദേഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. 5 മാസം ആകുമ്പോൾ ആത്മാ പ്രവേശിക്കുമ്പോഴാണ് തനിയൊരു ഇൻഡിവിജ്വൽ വ്യക്തിയായിട്ട് മാറുന്നത്. അപ്പോൾ കാലും കൈയൊക്കെ അനക്കാൻ തുടങ്ങും, ദേഹത്തിൽ ആ കൊച്ചിൻ്റെ അനക്കങ്ങൾ അമ്മയ്ക്ക് അനുഭവിക്കാൻ പറ്റും 5 മാസം. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ അമ്മ 10 മാസം ചുമക്കുന്നു എന്ന് പറയുമ്പോഴും ആത്മാവിൻ്റെ സാന്നിധ്യം അത്രയും അതിലുണ്ടാവുന്നു. നമ്മൾ മരിക്കുന്ന മുമ്പ് തന്നെ നമ്മൾ അടുത്ത ശരീരം തയ്യാറാകും എന്നാണ് പറയുന്നത്. ശങ്കരാചാര്യ പറയാണ്, പുഴു നടക്കുന്ന പോലെയാണ് ആത്മാവ് ദേഹം ധരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ഡ്രസ്സ് കീറിയതിന് ശേഷമല്ലല്ലോ വേറെ ഒരെണ്ണം വാങ്ങുക, ഇത് കുറച്ച് പഴയതാകുമ്പോൾ തന്നെ വേറെ വാങ്ങിച്ചു വയ്ക്കുമല്ലോ. അതേപോലെ നമ്മളുടെ ദേഹം ത്യജിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്ത ദേഹം നമ്മുടെ ഗർഭത്തിൽ തയ്യാറായിട്ടുണ്ടാവും. അതിനർത്ഥം ആത്മാവ് പുറത്ത് കടന്നതിന് ശേഷം ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, കൺഫ്യൂഷൻ ഇല്ല. കർമ്മത്തിനനുസരിച്ചിട്ടാണ് ജന്മം. അപ്പോൾ ആത്മാവ് ചെയ്ത കർമ്മത്തിനനുസരിച്ചുള്ള ജന്മമാണ്, അല്ലാണ്ട് നമുക്ക് ഓപ്ഷൻ ഇല്ല. എനിക്ക് ഇന്ന വീട്ടിൽ പോയി ജനിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ പറ്റില്ല. പറ്റും ജീവിച്ചിരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്താൽ നല്ല സ്ഥലത്ത്, അല്ലാണ്ട് മരിക്കുമ്പോഴോ മരിച്ചതിന് ശേഷമോ തീരുമാനിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ കർമ്മത്തിനനുസരിച്ചിട്ടാണ് ജന്മം, ജന്മത്തിനനുസരിച്ചിട്ടാണ് കർമ്മം. ഏത് കുടുംബത്തിൽ ജനിക്കുന്നോ അവിടുത്തെ ശീലങ്ങളും അവിടുത്തെ സ്വഭാവങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശീലങ്ങളെയും ഈ സ്വഭാവത്തിനനുസരിച്ചൊരു പുതിയ കർമ്മം ഉണ്ടാവും, പുതിയൊരു ശീലവും സ്വഭാവവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ശരീരത്തിൽ മരിച്ചതിന് ശേഷം ഒരു 13 ദിവസം അല്ലെങ്കിൽ 16 ദിവസം 13 ദിവസം കഴിയുമ്പോഴാണ്, അതിനുശേഷം ആ ഒരു 3-4 ദിവസം അങ്ങനെ, അപ്പം ആത്മാ നമ്മുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് ഒരു വ്യക്തി മരിക്കുന്ന മുമ്പ് തന്നെ ആ വ്യക്തിക്ക് വേണ്ട ശരീരം നമ്മുടെ ഗർഭത്തിൽ ഏകദേശം 4 മാസത്തോളം റെഡി ആയിട്ടുണ്ടാവും. ഈ ദേഹം വിട്ട് അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിയുമല്ലോ, ആത്മാവിനെ അവർ പറഞ്ഞു വിടുമല്ലോ, സങ്കല്പം കൊണ്ട് അവരെല്ലാവരും വിടുകയാണല്ലോ. അപ്പോഴേ ആത്മാവിനോട് മുക്തമായിട്ട് ഇവിടെ ഗർഭത്തിൽ പ്രവേശിക്കാൻ പറ്റും. ഇതും എല്ലാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കർമ്മത്തിൻ്റെ തന്നെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നതല്ലേ. ബെഞ്ചി, വീണ്ടും യജ്ഞങ്ങളിലേക്ക് ഭഗവാൻ നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഒരുപാട് യജ്ഞങ്ങൾ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൈന്ദവ തത്വശാസ്ത്രം അനുസരിച്ച് ഒരുപാട് യജ്ഞങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ലോകത്തിലുണ്ട്. അപ്പോൾ ഈ യജ്ഞങ്ങൾ പല കാര്യത്തിന് വേണ്ടിയിട്ടും ചെയ്യാറുണ്ട്, പല പല കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഗീതയിൽ യജ്ഞത്തിലൂടെ നിങ്ങൾ വർദ്ധിക്കുവിൻ എന്ന് പറയുന്നു. പക്ഷെ എന്ത് യജ്ഞം ആണ് ചെയ്യേണ്ടത്, എന്ത് യജ്ഞത്തിൽ കൂടെയാണ് വർദ്ധിക്കുന്നതെന്ന് സ്പെസിഫിക് ആയിട്ട് ഒരു സൂചന കൊടുത്ത് കാണുന്നില്ല. അപ്പോൾ ഏതാണ് ചെയ്യേണ്ടത്, എല്ലാം ചെയ്യാമോ, അല്ലെങ്കിൽ ഏത് യജ്ഞത്തിനാണ് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാവുന്നത്? യജ്ഞം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യജിക്കുന്നത് എന്താണോ അതാണ് യജ്ഞം, കത്തിക്കുന്നത് എന്താണോ അതാണ് യജ്ഞം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് യജ്ഞത്തിൽ ഹോമകുണ്ഡം ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഹോമകുണ്ഡം ഇല്ലാതെയും യജ്ഞം ചെയ്യാറുണ്ട്. പറയേ സമ്പൂർണ്ണ സാക്ഷരത യജ്ഞം, ശുചിത്വ യജ്ഞം, നിക്ഷേപ സമാഹരണ യജ്ഞം എന്നൊക്കെ പറയില്ലേ. സോ യജ്ഞം എന്നുള്ള വാക്കിന് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന കാര്യത്തെയും യജ്ഞം എന്ന് പറയാറുണ്ട്. ഞാൻ എൻ്റെ എന്ന ഭാവം കളഞ്ഞിട്ടുള്ള കർമ്മമാണ് യജ്ഞം. സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഏത് വലിയ കാര്യത്തെ യജ്ഞം, പലരും കൂടി ചെയ്യുന്ന കാര്യം, ഒരു വ്യക്തി, ഒരു പേഴ്സണലായിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യമല്ല, പൊതുവായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത് എല്ലാവരും കൂടെയാണ്, അതിൻ്റെ റിസൾട്ടും എല്ലാവർക്കും വേണ്ടിയാണ്. അങ്ങനെ തന്നെ യജ്ഞം എന്ന് പറയാറുണ്ട്. ഞാൻ എൻ്റെ എന്ന ഭാവത്തെ ഹോമിച്ചിട്ട് ചെയ്യുന്ന കുടുംബത്തിലെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ അമ്പലത്തിലെ കാര്യമായിക്കോട്ടെ, ഞാൻ എൻ്റെ എന്നുള്ള ഭാവമില്ലെങ്കിൽ അതും യജ്ഞമായിട്ട് മാറും. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലെ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് യജ്ഞമാണെന്നാണ് ഗീത പറയുന്നത്. സത്യത്തിൽ നമ്മൾ ഹോമിക്കേണ്ടത് നമ്മുടെ ഉള്ളിലത്തെ ദുർവാസനകളെ, ദുർവികാരങ്ങളെ ഒക്കെയാണ്. ഒരു ചിത്രം ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, ആ ചിത്രത്തിൽ കലിയുഗത്തു നിന്ന് സാധാരണ നരനും നാരിയും ഇറങ്ങി വരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ഒരു ഹോമകുണ്ഡം വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അഗ്നി കാണുന്നുണ്ട്. അതിൽ നമ്മൾ ഒഴിക്കേണ്ടത് ജ്ഞാനമാകുന്ന എണ്ണയാണ്.
അപ്പോൾ ഈ നരനും നാരിയും കലിയുഗത്തിലെ നരനും നാരിയും ജ്ഞാനമാകുന്ന എണ്ണ ഒഴിച്ചിട്ട് അവരുടെ ദുർവാസനകളാകുന്ന ഇതിനെ ഹോമിച്ചാൽ, ഹവിസിനെ ഹോമിച്ചാൽ അവർക്ക് ഈ നരനും നാരിയും ഇത് അവിടെ കാണിക്കുന്ന ശ്രീലക്ഷ്മി ശ്രീനാരായണനെ പോലെ ആയിത്തീരും. നമുക്ക് അമ്പലത്തിലെ ദേവീദേവന്മാർക്കും അല്ലെങ്കിൽ ശ്രീനാരായണനും ശ്രീലക്ഷ്മിക്കും സാധാരണ മനുഷ്യർക്കുള്ള വ്യത്യാസം എന്താ? അവരെ പോലെ തന്നെ ഇവർക്ക് 2 കണ്ണും 2 കൈയും 2 കാലും ശരീരമൊക്കെ അവരെ പോലെ തന്നെ ഉള്ളത്. വ്യത്യാസം സംസ്കാരത്തിലാണ്, സ്വഭാവത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ അവരെ പോലെ ആക്കി കഴിഞ്ഞാൽ മനുഷ്യന് ദേവനാകാൻ സാധിക്കും, മാനവന് ദേവനാകാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ദുർവാസനകളെ ഹോമിച്ച് കഴിയുമ്പം ഓരോ നരനും ശ്രീനാരായണനെ പോലെയാകും, ഓരോ നാരിയും ശ്രീലക്ഷ്മിയെ പോലെയാകും. ഓരോ വ്യക്തി അങ്ങനെ ആയാൽ ഓരോ വീടും വൈകുണ്ടാകും. ഓരോ വീടും വൈകുണ്ടാണെങ്കിൽ ആ ലോകം സ്വർഗ്ഗമാണ്. വൈകുണ്ഠം, പാരഡൈസ്, ഹെവൻ, ബഹിസ്ത് എന്നൊക്കെ എല്ലാവരും വർണ്ണിക്കുന്ന ആ ലോകം നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ യജ്ഞം യഥാർത്ഥത്തിൽ സ്ഥൂലമായിട്ടുള്ള ചടങ്ങുകളെക്കാൾ കൂടുതൽ അതൊരു സൂക്ഷ്മമായ മനസ്സിനകത്ത് നടക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ബെഞ്ചി നേരത്തെ പറഞ്ഞ പോലെ യജിക്കുക എന്ന് വെച്ചാൽ കത്തിക്കുക എന്നാണ്. പലരും പല ആധ്യാത്മികാചാര്യന്മാരും ശങ്കരാചാര്യരടക്കം മനസ്സിലെ മാലിന്യങ്ങളെ കത്തിക്കണം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ സൂക്ഷ്മമായിട്ടുള്ള ഈ കത്തിക്കലിനെ ആയിരിക്കാൻ ചിലപ്പോൾ വളരെ സ്ഥൂലമായ രൂപത്തിൽ അല്ലേ? കാരണം മനുഷ്യന് ആദ്യം മനസ്സിലൊരു ഇമേജ് കിട്ടണമല്ലോ കത്തിക്കുന്നതിൻ്റെ. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാം ഈ ദുർഗുണങ്ങളെയും അല്ലെങ്കിൽ ഈ മോശമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ ഗീത പറയുന്ന പോലെ പരദൂഷണം പറയാ, പരിഹാസം, പുച്ഛം, ദേഷ്യം, അസൂയ, അഹങ്കാരം, മടി, ഭയം, ലജ്ജ, വെറുപ്പ്, വിദ്വേഷം, ഇങ്ങനെയുള്ള എല്ലാ ദുർഗുണങ്ങളെയും പരദൂഷണം പറയാം. ചെറിയൊരു കാര്യമാണ്, പക്ഷെ അത് ഹോമിച്ച് കഴിയുമ്പോൾ നമുക്ക് ദേവനാകാൻ പറ്റും. അങ്ങനെ ഈ ദുർവാസനകളെയാണ് സത്യത്തിൽ ഹോമിക്കേണ്ടത്. ശ്രീമദ് ഭഗവത്ഗീത അത്ര വലിയൊരു ധർമ്മശാസ്ത്രമാണ്. അപ്പോൾ അത് നമ്മളോട് ആവശ്യപ്പെടുന്നതും ഈ സാധാരണ യജ്ഞമല്ല. അതുകൊണ്ട് ഈ ദുർവാസനകളെ ഹോമിച്ച് നരനിൽ നിന്ന് നാരായണൻ എന്നുള്ള ആ ഉയർന്ന അവസ്ഥയിലേക്ക് മാനവൻ എത്താനാണ് ഭഗവാൻ യജ്ഞത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പിന്നെ അതുമല്ല, നമ്മൾ സ്ഥൂലമായ കാര്യങ്ങളെല്ലാം ചെയ്താലും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിതൊന്നും മാറ്റാൻ തയ്യാറല്ലെങ്കിൽ ഇത് എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാവും എന്നല്ലേ? കാരണം പലപ്പോഴും മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യജ്ഞം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതെ സ്വയംവര യജ്ഞം, മഴ, പ്രകൃതിയോട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് റിസർച്ച് കാണിക്കുന്നത് അത് ശാസ്ത്രജ്ഞർ തന്നെ തെളിയിച്ച് കഴിഞ്ഞു. ആധ്യാത്മികത അത് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലെ ഈ വികാര വിക്ഷോഭങ്ങൾ എങ്ങനെ പ്രകൃതിയെ ഭയങ്കരമായിട്ട് ഇളക്കുന്നു. അപ്പോൾ അത് മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി ഈ യജ്ഞം ചെയ്യുന്നതിനേക്കാൾ ബെഞ്ചി പറഞ്ഞ പോലെ ഈ മനസ്സിനകത്ത് കിടക്കുന്നതിനെ ഒഴിവാക്കിയാൽ അല്ലേ ഈ പ്രകൃതി എന്നോ നമുക്ക് സഹയോഗം തരും. ഇപ്പം എന്തെല്ലാമാണ് കേൾക്കുന്നത് നമ്മൾ? സുനാമി, ഭൂകമ്പം, ചില സ്ഥലത്ത് മഞ്ഞമഴ, ചില സ്ഥലത്ത് പച്ചമഴ, ചിലത്ത് കിണറില്ലാതാവുന്നു, ചിലരുടെ കിണർ ഉത്ഭവിക്കുന്നു. പണ്ടെങ്കിൽ നമ്മൾ ഇത്രത്തോളമൊന്നും കേട്ടിട്ടേ ഇല്ല. അത്രത്തോളം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സും അത്രത്തോളം പൊല്യൂട്ടഡായി. അപ്പോൾ മനസ്സിൻ്റെ ശുദ്ധീകരണം പ്രകൃതിയെ ശാന്തമാക്കും എന്നത് സത്യമാണ്. ബെഞ്ചി, അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ യോഗശാസ്ത്രത്തെക്കുറിച്ച് ഈശ്വരൻ പറഞ്ഞു, അതോടൊപ്പം ഇതാ കർമ്മത്തെക്കുറിച്ചുള്ള വളരെ ഗഹനമായ കാര്യങ്ങളിലൂടെ കൊണ്ടുപോകുന്നു. ഇതെല്ലാം എത്തിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കി വെച്ചുകൊണ്ട് കർമ്മം ചെയ്യണമെന്നതിലേക്ക് തന്നെയാണ്. അപ്പോൾ യജ്ഞത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കപടാചാരന്മാർ ലോകത്തുണ്ട്, അതേപോലെ ശ്രേഷ്ഠാചാരികളും ലോകത്തുണ്ട്. അവരുടെ വ്യത്യാസവും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കപടാചാരം എന്താണ്? ശ്രേഷ്ഠാചാരം? ചില ആളുകൾ പുറമേ തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യില്ല, കണ്ടാൽ മിണ്ടാതിരിക്കുന്നത്, തെറ്റായിട്ടുള്ള ഒന്നും പോകാത്ത പോലെ മിണ്ടാതിരിക്കുന്നത് കാണാം. പക്ഷെ മനസ്സ് പല സ്ഥലത്ത് അലയും. അങ്ങനെയുള്ളവരാണ് ഭഗവാൻ കപടാചാര്യൻ എന്ന് പറയുന്നത്. ചില ആചാര്യന്മാർ പോലും ഡാൻസ് കളിക്കും, പാട്ട് കേൾക്കും, പാട്ട് പാടും, ഇങ്ങനെ ഇതിലൊക്കെ പോകുന്നുണ്ടെങ്കിലും മനസ്സ് അവരുടെ നല്ല നിയന്ത്രണത്തിലായിരിക്കും. പലപ്പോഴും കാണാറുണ്ട് ഭക്തരുടെ കൂടെ ചേർന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നതും. അതേപോലെ എല്ലാ ഒരിക്കൽ വിവേകാനന്ദ സ്വാമി ഒരു രാജകൊട്ടാരത്തിലേക്ക് വന്നപ്പം അവിടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിവേകാനന്ദ സ്വാമി ആ ഡാൻസിലൊക്കെ ഇരുന്നു. അവർ പറയാറുണ്ട്, എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ ഇതിലൊക്കെ ഇരുന്നാലും കണ്ടാലും എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ അറിയാം, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ആ നിയന്ത്രണത്തിലായിരിക്കും സ്വാഭാവികമായി തന്നെ. അങ്ങനെയുള്ളവരാണ് ശ്രേഷ്ഠാചാര്യന്മാർ. പുറമേ ഭക്തി ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ രാമനാമമൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സ് പേരക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നു എന്തോ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ വരുമ്പോൾ അടുക്കളയിൽ എന്താണ് അവ കാണിച്ചു വയ്ക്കുന്നത് മനസ്സിലായില്ല. ഇങ്ങനെ മനസ്സ് ബാഹ്യ വിഷയങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ അത് യഥാർത്ഥമായിട്ടുള്ള ഭക്തിയല്ല. പിന്നെ പുറമെ
ബെഞ്ചി പറഞ്ഞ നൃത്ത പരിപാടികളിലേക്കൊന്നും ഞാൻ പോവില്ല, ഞാൻ ആധ്യാത്മികവാദിയാണ്, എനിക്ക് അത്തരം സംഘങ്ങളൊന്നും പറ്റില്ല. പക്ഷെ മനസ്സ് സൂക്ഷ്മമായതുകൊണ്ട് അതെവിടേക്ക് പോകുന്നു, അതെന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ചൊന്നും വലിയ ശ്രദ്ധ ഇല്ലാത്തവർ അല്ലേ, അവരെയാണ് ഈ കപടമായ ആചാരം എന്ന് പറയുന്നത്. ഈ കപടാചാരത്തിൽ നിന്ന് ശ്രേഷ്ഠാചാരത്തിലേക്ക് നമുക്ക് മാറണം. അതെങ്ങനെ ആ മാറ്റം സാധ്യമാവും? പ്രാർത്ഥന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അർത്ഥിക്കുക എന്നാണ്, യാചിക്കുക എന്നർത്ഥം. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നിട്ട് പൈസ ചോദിച്ചു, ചിലപ്പോൾ ഒന്നുമില്ല എന്ന് പറയും, അല്ലെങ്കിൽ ശരിയെന്ന് കൊടുത്താലും 1 രൂപയെ മറ്റേ കൊടുക്കുള്ളൂ, അതിൽ കൂടുതൽ കൊടുക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ അച്ഛൻ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയുമ്പം ഇല്ലയെന്ന് പറയില്ല. ഇനി എന്തെങ്കിലും പഠിപ്പിക്കാനാണ്, വലിയ പഠിപ്പിക്കാനൊക്കെ ആണെങ്കിൽ വീട്ടിൻ്റെ ആധാരം കൊണ്ടേ ബാങ്കിൽ വെച്ചിട്ടാണെങ്കിൽ പോലും പഠിപ്പിക്കുകയും ചെയ്യും, ഇല്ലെന്ന് പറയില്ല, ഇല്ലെങ്കിൽ ഉണ്ടാക്കും അവർ. അപ്പം പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷനിലെ വ്യത്യാസം അതാണ്. പ്രാർത്ഥന വെച്ചാൽ ദൈവത്തിനോട് യാചിക്കുകയാണ്, എനിക്കത് വേണം ഇത് വേണം, എന്നെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ. മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ആ മകനെ അച്ഛനോട് രക്ഷിക്കണമെന്നൊന്നും പറയാറില്ല, സഹായിക്കണമെന്ന് പറയാറില്ല. അവനറിയാം ഞാൻ. ശരിയാണ് ബെഞ്ചി പറഞ്ഞ ഉദാഹരണം കേട്ടപ്പോൾ തന്നെ, കാരണം യാചകന് ചോദിക്കേണ്ടി വരുന്നുണ്ട്, പക്ഷെ കുറച്ചേ കിട്ടുന്നുള്ളൂ അല്ലേ. മകൻ ഒന്നും ചോദിക്കുന്നില്ല, പക്ഷേ അച്ഛൻ തൻ്റെ ചിലവ് പോലും ചുരുക്കിയിട്ട് തൻ്റെ വയറ്റിൽ പോലും ഇത് കെട്ടിയിട്ട് മകന് വേണ്ടി സമ്പാദിച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ട് അല്ലേ. താൻ അനുഭവിക്കാണ്ട് മകന് വേണ്ടി എടുത്തു വെക്കാറുണ്ട്. ഒരു വലിയ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ഒരാൾ കാണാൻ പോകുമ്പോൾ അദ്ദേഹം ഊണ് കഴിക്കുകയാണെങ്കിൽ പറയും അപ്പോയിൻമെൻറ്റ് ടൈമാണ്, പക്ഷേ ഊണ് കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയും. കറക്റ്റ് അപ്പോയിൻമെൻറ്റ് കൊടുത്ത സമയത്ത് പോയാൽ പോലും വെയിറ്റ് ചെയ്യണം. പക്ഷേ ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിക്ക് ഓടി വന്നിട്ട് മടി കയറിയിരിക്കാമല്ലോ, അവർക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും വാങ്ങേണ്ട പേരക്കുട്ടിക്ക് എന്ന് പറഞ്ഞ പോലെ മെഡിറ്റേഷനിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാം. അതിന് മുഹൂർത്തമൊന്നും നോക്കണ്ട, ഇന്ന സമയം ഇന്ന നേരം അങ്ങനെയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിനെ ഭഗവാനായിട്ട് യോജിപ്പിക്കാം. മാത്രമല്ല ഒരു വീട്ടിൽ ഒരു ജോലിക്കാരൻ നിൽക്കുന്നുണ്ട്, 20 കൊല്ലമായിട്ട് അവിടെ തന്നെയാണ് ജോലി. അത് കാരണം ആ വീട്ടിലെ ആൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ റൂമിലും പോകാം, വീട്ടിൽ അംഗം പോലെ ആയി മാറിയ അയാൾ. പക്ഷേ അയാളുടെ മോളുടെ കല്യാണമാണ്, അയാൾക്ക് എനിക്ക് ഇത്ര രൂപ തരണമെന്ന് ഡിമാൻഡൊന്നും ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ, ഒന്ന് അപേക്ഷിക്കാനേ പറ്റും. പക്ഷേ ആ വീട്ടിലെ കുട്ടി, ജനിച്ച കുട്ടി ഒരു 8 വയസ്സായിട്ടുള്ളൂ, അവനെന്തെങ്കിലും വേണമെങ്കിൽ അവൻ അച്ഛനോട് അധികാരമായിട്ട് പറയാം, അച്ഛാ എനിക്ക് ഇന്നത് വേണം, എനിക്ക് എക്സ്കർഷന് പോകണം, അതുകൊണ്ട് അടുത്ത ആഴ്ച എനിക്ക് ഇത്ര രൂപ തരണം എന്ന് അവൻ ഡിമാൻഡ് ചെയ്ത് ചോദിക്കും അല്ലേ. അതാണ് മെഡിറ്റേഷനും പ്രാർത്ഥനയ്ക്കും ഇടയിലുള്ള വ്യത്യാസം. മാത്രമല്ല ഈ യാചകൻ ഇത്ര യാചിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നത് വളരെ കുറച്ചാണ്. ബെഞ്ചി പറഞ്ഞു ഈശ്വരൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെ യാചിക്കുന്നുണ്ട് പലപ്പോഴും, എനിക്ക് കുറച്ച് ശാന്തി വേണം, കുറച്ച് സുഖം വേണം, അപ്പോഴും ഈ പറഞ്ഞ പോലെ കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ യാചനയ്ക്ക് ഇത്രേ കിട്ടുന്നുള്ളൂ എന്നിരിക്കെ നമ്മൾ ആ യോഗത്തിലേക്ക്, അല്ലെങ്കിൽ ഈശ്വരനുമായിട്ടുള്ള എൻ്റെ മാതാവും പിതാവുമാണ് പറഞ്ഞ പോലെ മടിയിൽ കയറിയിട്ട് ഇരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് തോന്നുന്നു. ബെഞ്ചി എനിക്ക് ഒരു കാര്യം കൂടി ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിൽ വരുന്നത്, യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞു, പക്ഷെ യജ്ഞത്തിൽ ദേവന്മാരെ ആരാധിക്കാൻ വ്യക്തമായിട്ട് ഈശ്വരൻ പറയുകയാണ്. പക്ഷെ നമ്മൾ നേരത്തെ സംസാരിച്ചു പലതരം ധ്യാനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദേവന്മാരെ ധ്യാനിക്കുന്നതിനേക്കാൾ ഉത്തമം പരമാത്മാവിനെ ധ്യാനിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് യജ്ഞം കൊണ്ട് പരമാത്മാവിനെ തൃപ്തിപ്പെടുത്തണമെന്ന് പറയുന്നില്ല, ഇതുകൊണ്ട് ദേവന്മാരെ നിങ്ങൾ അർച്ചിക്കണം, അവർ തരുന്നതിന് അവർക്ക് നന്ദി പ്രകാശിപ്പിക്കണം എന്ന് പറയുന്നു. ആ വ്യത്യാസം അവിടെ എന്തുകൊണ്ട് വരുന്നു? ഈശ്വരൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പം ഇന്നത്തെ നമ്മളെപ്പോലെ അല്ല നമ്മൾ വന്നത്. പല ജന്മങ്ങളെടുത്തിട്ട് പല വ്യക്തികൾ, പല സംഭവങ്ങൾ, പല സാഹചര്യങ്ങൾ, പല സിറ്റുവേഷൻസ്, ഇതിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസിൽ പെട്ടിട്ട് ഇന്ന് നമ്മളിങ്ങനെ ആയതാണ്. ഇങ്ങനെ അമ്മ സ്കൂളിലേക്ക് കുട്ടി അയക്കുമ്പം കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് പൗഡറൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ധരിപ്പിച്ചിട്ട് അയക്കുന്നത്, പഠിക്കാൻ അയക്കുന്നത്. കുട്ടി അവിടെ പഠിക്കുന്നതോടൊപ്പം കളിക്കും, കളി ചിലപ്പോൾ കള്ളക്കളിയായിട്ട് മാറും, ചിലപ്പോൾ അമ്പിച്ചുന്നുള്ളും മൂന്തി തള്ളിയിടും, കരഞ്ഞ് പിന്നെ കൺമഷിയൊക്കെ കണ്ണ് നിറച്ചാകും, പൊട്ടൊക്കെ നെറ്റി നിറച്ചായി, മുടിയൊക്കെ പാറി പറപ്പിച്ച് ഡ്രസ്സൊക്കെ അഴുക്കാക്കിയിട്ട് വൈകുന്നേരം അലങ്കോലമായിട്ട് വന്ന് നിൽക്കും. പക്ഷേ രാവിലെ അമ്മ അങ്ങനെയല്ല അയച്ചത്. അതുപോലെ നമ്മൾ ഈ സൃഷ്ടിയിലേക്ക് ഈശ്വരൻ അയച്ചപ്പം എല്ലാ ഗുണങ്ങളും, എല്ലാ ശക്തികളും, എല്ലാ കലകളും, എല്ലാ ദിവ്യതയും, എല്ലാ നന്മകളും നിറച്ചിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പല ജന്മങ്ങളെടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ അവസ്ഥയിലെത്തിയത്. അപ്പം നമ്മുടെ ഉള്ളിലത്തെ ആ ഉയർന്ന അവസ്ഥ, അതിനാണ് ദൈവത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ നുണ പറയുമ്പം എനിക്ക് ഓർമ്മ വരണം, ഞാൻ എൻ്റെ ഒറിജിനൽ സ്റ്റേജിനെ വഞ്ചിക്കുകയാണ്. എനിക്ക് ദേഷ്യം വരുമ്പോൾ വിചാരിക്കണം എൻ്റെ ഒറിജിനൽ സ്റ്റേജ് സ്നേഹമാണ്, അതായത് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദൈവനെ ഞാൻ തന്നെ തൃപ്തിപ്പെടുത്തണം, വഞ്ചിക്കരുത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിലത്തെ ആ പൂർണ്ണതയോട്, നമ്മുടെ എല്ലാവരുടെ ഉള്ളൊരു പൂർണ്ണതയുണ്ട്, നമുക്ക് വീണ്ടും ചക്രമാണല്ലോ, തുടങ്ങിയ അവിടെ തന്നെ അവസാനിക്കുകയും ചെയ്യും. എനിക്ക് വീണ്ടും പൂർണ്ണതയിലേക്ക് മടങ്ങുകയും വേണം. അതുകൊണ്ട് എൻ്റെ ആ പൂർണ്ണതയോട് ഞാൻ സത്യസന്ധത പുലർത്തണം.
അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ വിചാരിക്കണം, ഞാൻ എൻ്റെ പൂർണ്ണതയോട് വഞ്ചന കാണിക്കുകയാണ്, സത്യസന്ധത പുലർത്തുന്നില്ല. അഹങ്കരിക്കുമ്പോൾ മനസ്സിലാക്കണം, എൻ്റെ പൂർണ്ണതയിലുള്ളത് വിനയമാണ്, ഈ അഹങ്കാരം എൻ്റെ പൂർണ്ണതയോടുള്ള വഞ്ചനയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആ പൂർണ്ണതയോട്, എൻ്റെ ഒറിജിനൽ സെൽഫിനോട്, എൻ്റെ ഹയസ്റ്റ് സ്റ്റേജിനോട് ഞാൻ സത്യസന്ധത പുലർത്തണം എന്ന ശ്രദ്ധയോടുകൂടി കർമ്മം ചെയ്യുന്ന യജ്ഞമാണ്. അങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം. അതിനെയാണ് ഭഗവാൻ നമ്മളുള്ള ദൈവത്വത്തെ തൃപ്തിപ്പെടുത്തണം. അങ്ങനെ അതിനു വേണ്ടി നിങ്ങൾ യജ്ഞം ചെയ്യൂ, ജീവിതത്തെ തന്നെ യജ്ഞമാക്കി മാറ്റണം. ഈ ഇപ്പോൾ ദേവൻ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞതുപോലെ അസുരഭാവം ഉള്ളിലുണ്ട്. അപ്പോൾ ഏതിനെ തൃപ്തിപ്പെടുത്തുന്നു, അല്ല ഏത് കർമ്മം ചെയ്യുമ്പോൾ ഏതിനെ തൃപ്തിപ്പെടുത്തുന്നു നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു അസുരനുണ്ട്. ആ ആസുര കർമ്മങ്ങൾ ചെയ്യുമ്പം ഈ അസുരനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, പരിപോഷിക്കുകയാണ്. പറയാം, ശക്തിശാലിയായിട്ടുള്ള ആൾ ദുർബലനെ ഭരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ 24 മണിക്കൂറിൽ കൂടുതൽ സമയം ഈ അസുരന് തീറ്റയൊക്കെ കൊടുത്ത് പരിപോഷിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ദേവൻ അവിടെ അടിച്ചമർത്തപ്പെടും. അവിടെ നമ്മുടെ ഓരോ കർമ്മത്തിലും സൽഗുണങ്ങൾക്കും ധർമ്മത്തിനും സത്യത്തിനും പ്രാധാന്യം കൽപ്പിച്ചിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, ദേവനെ പരിപോഷിക്കുകയാണെങ്കിൽ, അവിടെ അസുരനെ നമുക്ക് നിഷ്ക്രിയത്വത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ളതായിരിക്കണം നമ്മുടെ ജീവിതം. അതാണ് ദേവനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്ന യജ്ഞം എന്ന് ഭഗവാൻ ഗീതയിൽ പ്രതിപാദിക്കുന്നത്. സ്വന്തം കർമ്മങ്ങൾ തന്നെയാണ് യജ്ഞം. അതിലൂടെ ഞാൻ ഈ ദൈവത്വത്തെ പ്രീതിപ്പെടുത്തിയ മതിയാവും. ഇന്നത്തെ ചർച്ചയ്ക്ക് അത് വാക്കുകളേക്കാൾ കൂടുതൽ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ്. കാരണം കർമ്മത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് ഇന്നത്തെ ലോകത്തിലും അത് നിഴലിച്ച് കാണുന്നുണ്ട്. ഇന്നത്തെ ചർച്ചയ്ക്ക് വളരെ വളരെ നന്ദി. ഓം ശാന്തി. എങ്ങനെയുള്ള കർമ്മം ചെയ്യണമെന്ന് നാം മനസ്സിലാക്കി. ഉള്ളിലെ ദേവനെ പരിപോഷിപ്പിക്കണമോ അസുരനെ പരിപോഷിപ്പിക്കണമോ, ആർക്ക് തീറ്റ കൊടുക്കണം, ഏത് കർമ്മം ചെയ്യുമ്പോൾ ഞാൻ ആരെയാണ് പോഷിപ്പിക്കുന്നത്, ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതം എത്രയോ സുന്ദരമായി തീരും. കർമ്മത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. കൂടുതൽ എന്ത് പറയണം, ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്ന ഈ യാത്രയിൽ നമുക്ക് ഇതിൻ്റെ അറ്റം വരെ മുന്നോട്ട് പോകണം, പൂർണ്ണമായ സാഫല്യത്തിലേക്ക് എത്തണം. ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുക. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കും.